ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാനും ഒരു കലാകാരിയാണ്, പക്ഷേ ഡാൻസോ ഒന്നും അല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു കർണാട്ടിക് സംഗീതം പഠിക്കണം എന്നുള്ളൊരു മോഹം. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പണിയെടുത്ത് ആ കാശ് ഫീസ് കൊടുത്ത് ദുർഗാ നൃത്തകലാലയം അങ്ങാടിപ്പുറത്ത് ഞാൻ പാട്ട് പഠിക്കാൻ പോവുകയും അവിടെ കുറച്ച് ഗാനങ്ങളിൽ പാട്ട് പഠിക്കുകയും ചെയ്തു. പള്ളിപ്പുറം മങ്കട പള്ളിപ്പുറം ഉള്ള ഒരു മാഷായിരുന്നു എന്നെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് സമയം നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പനി വന്ന് അങ്ങനെ സൗണ്ടൊക്കെ പോയി. അത് കാരണം നിർത്തി വെച്ചു. പിന്നീട് ഞാൻ മക്കരപറമ്പ് ഡ്രൈവിംഗ് സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ തന്നെ അനശ്വര ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഇതുപോലെ തൂവൂർ കൃഷ്ണകുമാർ സാറിൻ്റെ കീഴിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർണ്ണം ഗീതം വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും തന്നെ വെച്ച് നിർത്തി. പിന്നീട് പഠിക്കാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോഴും വന്നിട്ടുള്ളത്. എങ്കിലും അത്ര വരെ എത്തിക്കാൻ പറ്റി. പിന്നീട് എനിക്ക് ഇതിൻ്റെ സൗണ്ട് ഒരു പനി വന്നതിന് ശേഷം ആ സൗണ്ട് അടഞ്ഞു പോയി. പിന്നീട് ആ സൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ വലിയ സൗണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പാടുന്ന സമയത്ത് എൻ്റെ ഒച്ച മാത്രം ഭയങ്കര സൗണ്ടായിട്ട് കേൾക്കുന്ന ഒരു പ്രശ്നങ്ങളും കൂടെ വന്നതുകൊണ്ട് അത് പാടെ ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിർത്തിവെക്കുകയായിരുന്നു. നല്ല സൗണ്ടായിരുന്നു. അവർ പാടി നോക്കിയിട്ടാണ് പറ്റും എന്നുള്ളൊരു രീതിയിൽ എന്നെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തത്. കുഴപ്പമില്ല, കുറേ കുട്ടികളുണ്ടായിരുന്നു, വലിയ ആൾക്കാരും ഉണ്ടായിരുന്നു. മക്കരപറമ്പാണെങ്കിലും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അതും മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നേടാൻ പറ്റാത്തൊരു വ്യക്തി എന്നുള്ളത് തന്നെ പറയാം. പക്ഷെ സ്വന്തമായി അധ്വാനിച്ചുള്ള വരുമാനം കൊണ്ട് ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേടാൻ കഴിയാത്ത ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. മകളിലൂടെ നേടിയെടുക്കുക എന്നുള്ളൊരു സ്വപ്നം. അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്നത് കുറഞ്ഞ സാലറി തന്നെ ഉള്ളൂ. പക്ഷെ എങ്കിലും കിട്ടുന്നത് ഞാൻ കുട്ടി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യലുണ്ട്. പിന്നെ ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആഗ്രഹപ്രകാരമാണ് ഓട്ടംതുള്ളൽ സ്വന്തമായിട്ട് പഠിച്ച് കളിച്ചതാണ്. അതിൽ ഫസ്റ്റ് കിട്ടി. സബ്ജിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് 15,000 റുപ്യേൻ്റെ ഒരു ചിലവ് വന്നതുകൊണ്ട് നമ്മളെക്കൊണ്ട് വഹിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ അന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി. കാരണം പോകാൻ പറ്റാത്ത കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ സന്തോഷിക്കുക ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മളെ കൊണ്ട് നികത്താൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ട് നമ്മൾ സമാധാനിച്ച് എന്നെങ്കിലും കഴിയും എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി ഞാൻ ഒറ്റപ്പാലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്. വിനീത, കലാമണ്ഡലം വിനീത ടീച്ചർ എന്നാണ് പേര്. ടീച്ചറെ ഞാൻ അന്വേഷിച്ച് ആ നാട്ടിലെത്തി. ഒരുപാട് റിസ്ക് എടുത്താണെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു
ടീച്ചറെ അടുത്ത് പോകണം, ടീച്ചറെ നേരിൽ കാണണം, എൻ്റെ കാര്യങ്ങൾ പറയണം, കുട്ടീനത് പഠിപ്പിക്കണം. അങ്ങനെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടീച്ചർ അംഗീകരിച്ചു. കുറേ ക്ലാസ്സുകളൊക്കെ എടുത്ത് പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടികളും വന്ന ഉടനെ ഒരു സ്റ്റെപ്പ് 2-3-4 ആഴ്ചയൊക്കെ ചിലപ്പോൾ പോലുണ്ടെന്ന് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തിട്ട് അത് പഠിച്ചു വരാൻ. പക്ഷേ ശ്രീലക്ഷ്മിക്ക് ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ തന്നെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റിന് ആയി വന്ന് പെട്ടെന്ന് പഠിഞ്ഞു. ടീച്ചർ പറഞ്ഞു, കഴിവുണ്ട്, നല്ല കലാകാരിയാണ്, നല്ലോണം ഇതിനായിട്ട് ശ്രമിക്കണം, പഠിയും, മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒരാഗ്രഹമുള്ളൂ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അത് മുന്നോട്ട് പോയി നല്ലൊരു ആളാക്കി മാറ്റണം, ജീവിതത്തിലൊരു ഓട്ടംതുള്ളൽ കലാകാരി ആക്കി ആവണം എന്നുള്ള ഒരു അത് സ്വപ്നമാണ് എൻ്റെത്. അപ്പോൾ ടീച്ചറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. ടീച്ചർക്ക് കുറച്ച് പൈസ കൊടുക്കണം, അപ്പോൾ അതിന് പോകണം, തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ വീട്ടിലത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു പ്രശ്നം വന്നു. അപ്പോൾ മുന്നോട്ട് പോകണം, എല്ലാവരും പ്രാർത്ഥനയും വേണം. ശ്രീലക്ഷ്മി നല്ല ആളായി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നല്ലൊരു കലാകാരി ആവണമെന്ന് എൻ്റെ ജീവിതത്തിലൊരാഗ്രഹമാണ്. എനിക്കാവാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം ശ്രീലക്ഷ്മീൻ്റെ കൂടെ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ടീച്ചർ പറഞ്ഞും ചെയ്തു, നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് എന്നുള്ളത് പറഞ്ഞു. അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം ഒരു ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താ പറയുക, നമുക്കൊന്നും വേണ്ട. അത്രമാത്രം എനിക്ക് ആ ടീച്ചറെ കാണുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ സ്വപ്നമാണ്. ഞാൻ ചോദിച്ചറിഞ്ഞു പോയി. ഇത്രയും ലോങ്ങൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. അങ്ങനെ ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ കയറി, പെരിന്തൽമണ്ണയിൽ നിന്ന് ചെർപ്പളശ്ശേരി കയറി, ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലം പോയി, അവിടെ ഇറങ്ങി, അവിടുന്ന് തിരുവില്ലാമല പാമ്പാടി പോണ ബസ്സിന് കയറി തിരുവില്ലാമലക്ക് പുറം വായനശാലക്കിലിറങ്ങി ടീച്ചറെ തപ്പി പോയി. ടീച്ചറെ കണ്ടു. ടീച്ചറെ വീട്ടിലാണ് പോയത്. വീട്ടിൽ വെച്ചിട്ടാണ് പഠിച്ചത്. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിക്ക് വരാനായിട്ട്. അപ്പോൾ രാവിലെ ഇവിടുന്ന് എത്ര നേരത്തെ പോയാലും അങ്ങോട്ട് നേരത്തെ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ ജീവിതത്തിലൊരാഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക ഒക്കെ ചെയ്യുക. താങ്ക് യു.